കൃത്യം 120 വർഷങ്ങൾക്ക് മുമ്പ് 1901 മാർച്ച് 2 രാത്രി ഫുട്ബോൾ ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ച ഒരു സംഭവമുണ്ടായി. മാഞ്ചസ്റ്റർ നഗരത്തിൽ ഒരു നായയെ കാണാതായിരിക്കുന്നു. ന്യൂട്ടൺ ഹീത്ത് എൽവയ്യാർ അഥവാ ന്യൂട്ടൺ ഹീത്ത് ലാങ്ഷയർ യോർക്ക്ഷയർ റെയിൽവേ എന്ന പേരിൽ 1878 ന്യൂട്ടൺ ഹീത്തിലെ റെയിൽവേ യാർഡിലെ തൊഴിലാളികൾ ചേർന്ന് ഒരു ഫുട്ബോൾ ക്ലബ് രൂപീകരിച്ചു. 1888 ഫുട്ബോൾ ലീഗ് രൂപീകരിച്ചെങ്കിലും അതിൽ പങ്കെടുക്കാൻ ക്ലബ്ബ് തയ്യാറായില്ല. പകരം ഡിവിഷൻ 1 ലെവലിൽ ലീഗിൽ ചേർന്ന് പ്രവേശനം നേടുന്നതിന് 1892 വരെ അവർ കാത്തിരുന്നു. പക്ഷേ ടോപ്പ് ഫ്ലൈറ്റിലെ 2 സീസണുകൾക്ക് ശേഷം നിരാശയോടെ സെക്കൻഡ് ഡിവിഷനിലേക്ക് അവർ തരം താഴ്ത്തപ്പെട്ടു. പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങൾ ക്ലബിനെ വലിയ തോതിൽ ബാധിക്കാൻ തുടങ്ങി. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ക്ലബ് തുടച്ചു നീക്കപ്പെടും എന്നുവരെ തോന്നുന്ന സന്ദർഭങ്ങളുണ്ടായി. എന്നാൽ ഒരു നായ കാരണം പ്രാദേശിക ബ്രൂവറി ഉടമയായ ജോൺ ഹെൻറി ഡേവിസ് ടീമിന്റെ രക്ഷകനായി എത്തുകയായിരുന്നു. ക്ലബ് ക്യാപ്റ്റൻ ഹാരി സ്റ്റഫോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു നായയെ കാണാൻ ഇടയായ ഡേവിസ് ക്ലബിന്റെ ദുരവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ് ഐതിഹ്യം. മാഞ്ചസ്റ്ററിലെ തെരുവുകളിൽ അലഞ്ഞു നടന്ന മേജർ എന്ന പേരുള്ള നായ ഒരിക്കലൊരു റെസ്റ്റോറന്റിലെത്തി. അവിടെ സമ്പന്നനായ ഒരു പ്രാദേശിക മദ്യനിർമ്മാണക്കാരനും ബിസിനസ്സുകാരനുമായ ജോൺ ഹെൻറി ഡേവിസിന്റെ ശ്രദ്ധ ആകർഷിച്ചു. തന്റെ മകൾക്ക് നായയെ വാങ്ങാനുള്ള ആകാംക്ഷയിൽ ഡേവിസ് മാഞ്ചസ്റ്റർ ഈവനിംഗ് ന്യൂസിലെ പരസ്യത്തിലൂടെ സ്റ്റെഫോർഡിനെ കണ്ടെത്തി. ഡേവിസിന്റെ ഓഫർ സ്റ്റെഫോർഡ് ആദ്യം നിരസിച്ചെങ്കിലും ന്യൂട്ടൺ ഹീത്ത് പാപ്പരാകാനുള്ള കഠിനമായ അപകട സാധ്യതയിൽ സ്റ്റെഫോർഡ് ഒടുവിൽ വഴങ്ങുകയായിരുന്നു. എന്നുവെച്ചാൽ സ്റ്റെഫോർഡ് തന്റെ പ്രിയപ്പെട്ട വളർത്തുമൃഗത്തെ ക്ലബിന്റെ ഭാവിക്ക് വേണ്ടി വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തന്റെ മകളുടെ 12ാം ജന്മദിനത്തിൽ മേജർ ഡേവിസിന്റെ നായയായി. തൽഫലമായി ഹീത്തൻസിന്റെ സാമ്പത്തിക ദുരവസ്ഥയിൽ ഡേവിസ് താല്പര്യം പ്രകടിപ്പിച്ചു. തുടർന്ന് സ്റ്റെഫോർഡ് ഉൾപ്പെടെയുള്ള മറ്റ് 4 നിക്ഷേപകരുമായി ചേർന്ന് ക്ലബിനെ പാപ്പരത്വത്തിൽ നിന്ന് രക്ഷിക്കുകയും അതിന്റെ പുതിയ ചെയർമാനായിക്കൊണ്ട് മാറുകയും ചെയ്തു. ക്ലബ്ബ് പ്രവർത്തിപ്പിക്കാവുന്ന താല്പര്യത്തിന് പകരമായി ഡേവിസ് ന്യൂട്ടൺ ഹീത്തിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. ഇത് ക്ലബിന്റെ പേരുമാറ്റത്തിന് കാരണമായി. മാഞ്ചസ്റ്റർ സെൻട്രൽ, മാഞ്ചസ്റ്റർ സെൽറ്റിക് എന്നിവ ഉൾപ്പെടെ നിരവധി പേരുകൾ പരീക്ഷിക്കപ്പെട്ടെങ്കിലും 1902 ഏപ്രിൽ മാസത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് ക്ലബിന് നാമകരണം ചെയ്തു. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.